ജാമ്യത്തിലിറങ്ങിയ പ്രതി അമ്മയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തി. പാലക്കാട് പോത്തുണ്ടി സ്വദേശികളായ അമ്മയും മകനെയുമാണ് അയൽവാസി കൊലപ്പെടുത്തിയത്. ഗൂഗിൾ VS ചേരുന്നുണ്ട്. ഗൂഗിൾ വിവരങ്ങൾ. അതായത് പോത്തുണ്ടി സ്വദേശി സുധാകരന്റെ അമ്മ എന്നിവരെയാണ് ഈ പ്രതി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി അമ്മയെയും മകനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. പാലക്കാട് പോത്തുണ്ടി സ്വദേശികളായ അമ്മയും മകനെയുമാണ് അയൽവാസി കൊലപ്പെടുത്തിയത് എന്നതാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ സാങ്കേതിക പ്രശ്നം പരിഹരിക്കുന്നവർക്ക് പ്രധാനമായ ഒരു വാർത്ത തന്നെയാണ്. ഒരു കുടുംബത്തിൽ രണ്ടുപേരെ ഒരാൾ കൊലപ്പെടുത്തുക എന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുധാകരനും അമ്മ ലക്ഷ്മിയുമാണ് കൊല ചെയ്യപ്പെട്ടത്. അയൽവാസിയായ ചെന്താമര എന്നയാളാണ് ഈ പ്രതി എന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. മറ്റൊരു സംഭവം നമ്മൾ ഓർത്തു പോവുകയാണ്. ഗൂഗിളിനെ ലഭിച്ചിട്ടുണ്ട്. ഗൂഗിൾ നേരത്തെ ശബ്ദത്തിൽ വ്യക്തതക്കുറവുണ്ടായിരുന്നു. എപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിവരങ്ങൾ എന്താണ്? കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു ഇയാൾ പ്രതിയായിരുന്നത്. ഇതിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അമ്മയെയും മകനെയും കൂടി കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. നെന്മാറ പോത്തുണ്ടിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പോത്തുണ്ടി സ്വദേശി സുധാകരൻ, അതോടൊപ്പം തന്നെ സുധാകരന്റെ അമ്മ എന്നിവർ രണ്ടുപേരെയുമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലക്കേസിൽ ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. അയൽവാസിയായ ചെന്താമരയാണ് ഈ ഇരട്ട കൊലപാതകം നടത്തിയത്. ഇയാൾ നേരത്തെ ജയിലിൽ പോയത് സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലായിരുന്നു. അതിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് അമ്മയും മകനെയും കൂടി കൊലപ്പെടുത്തത്. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നെന്മാറയിൽ നിന്ന് പുറത്തു വരുന്നത്. അതിൽ മകനെ നെന്മാറയിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും അവരുടെ ജീവൻ നഷ്ടമായിരുന്നു. മകനെ ഇപ്പോൾ ഇവിടേക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ വെച്ച് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഏതായാലും പ്രതിയെ ചെന്താമരയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചെന്താമരത്തെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗോകുൽ, അതായത് ഒരു കുടുംബത്തിൽ തന്നെ 3 പേരെ, ഇപ്പോൾ 2 പേരെയും നേരത്തെ ഒരാളെ, അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ 3 പേരെയാണോ ആരും കൊലയ്ക്ക് ഇരയാക്കിയത് ഇയാൾ? തീർച്ചയായും. അതായത് ഒരു കുടുംബത്തിലെ തന്നെ, അതായത് നേരത്തെ ഒരാളെയും ഇപ്പോൾ 2 ആളെയും, അങ്ങനെ ഒരു കുടുംബത്തിലെ തന്നെ 3 പേരെയാണ് ഈ പറയുന്ന സമയങ്ങളിൽ ഇയാൾ കൊലപ്പെടുത്തിയത്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയത്. ആ കേസിൽ പരോളിൽ ഇറങ്ങിയ ശേഷം വീണ്ടും ഒരു കൊലപാതകം കൂടി നടത്തി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അതായത് കാരണം എന്താണ് ഗോകുൽ? സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കാരണം കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ഇതിന്റെ കാരണം എന്താണ്, ഇത്തരത്തിലൊരു പ്രതികാരം തോന്നാൻ കാരണം എന്താണ്, ഇവർ തമ്മിൽ ഇതിനു മുൻപ് കുറെ നാളുകളായി നിലനിൽക്കുന്ന പ്രശ്നമാണോ, ആ കാര്യങ്ങൾ ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ ഒരു ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നു, ഈ പ്രതിയെ പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ശരി, ഗൂഗിൾ വേസാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നെന്മാറയിലാണ് നടുക്കുന്ന ഒരു കൊലപാതകം ഉണ്ടാകുന്നത്. 1 അല്ല 2 കൊലപാതകം ഉണ്ടാകുന്നത്. അതും ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ തുടർച്ചയിൽ വീണ്ടും ഒരു കുടുംബത്തിലെ 2 പേരെ കൂടി കൊല ചെയ്യുകയാണ് പ്രതി.